ആമർ തൊഴിഞ്ഞു പോവാണ്. എന്താ അറിയോ സംഭവം, മൂപ്പര് എന്തായാലും തൊഴിയുന്നില്ല. വാങ്ങിട്ട് വിടാനുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, 4 കിലോ വന്നിട്ട് തോണി ഈ ഷിക്കാറിൽ പോകാനൊക്കെ പറ്റും. ചേർക്ക് തൊഴിഞ്ഞു പോകാൻ പറ്റുമോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ദിസ് ഇസ് റോഡ്സ് ജോയ്സ് ബൈ ആമിർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ ജമ്മു കാശ്മീർ ശ്രീനഗറിലെത്തി. ഇന്ന് ഇവിടുന്ന് നമ്മൾ ദാൽ ലേക്കിലേക്ക് പോവാണ്. ചെറിയൊരു പാക്കേജ് എടുത്തിട്ടുണ്ട് നമ്മൾ, അതുകൊണ്ട് തിരക്കിട്ട് പോകുക. എന്താ വെച്ചാൽ ഒരു വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. 9 മണി എന്നൊക്കെ ആയത് പറഞ്ഞിരുന്നു. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞു. അപ്പോൾ അവരവിടെ ഇങ്ങനെ എന്താ പറയുക, പ്രഷറൊക്കെ ഇളകി ഇങ്ങനെ ചൂടാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും വേഗം അങ്ങോട്ട് പോവാം. എന്നിട്ട് ദാൽ ലേക്കിൽ എന്തൊക്കെയാണ് കാണാനുള്ളത്, ഷിക്കാർ റൈഡ്, എന്തൊക്കെ സംഭവങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് എന്തായാലും പോയിട്ട് എൻജോയ് ചെയ്യാം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാല്ലേ. ഇതാ റൂമൊക്കെ കണ്ടോ, നല്ല അലങ്കോലായി കിടക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടുണ്ട്. ആശിക്കൊക്കെ അതാ വേഗം ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി. ആശിക്ക വേഗം പോവാ നടക്കുന്നേ. ഗൈസ്, നമുക്ക് എന്തായാലും പോയി നോക്കട്ടോ. റിസപ്ഷനിൽ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചീത്തയേക്കൂലായിരിക്കും. ഗൈസ്, അപ്പം നമ്മൾ വണ്ടി കയറിട്ടോ. വണ്ടി എടുത്ത് പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാനായിട്ട് കുറച്ചുള്ള പക്ഷേ 5 മിനിറ്റ് പോകണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വണ്ടി എടുത്ത് ഇതാ ഒരാളെ കണ്ടോ, ഇസ്മായിൽ എടുത്ത് മൂപ്പര് പിന്നെ നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നു. ഇന്നലെ പറഞ്ഞത് മൂപ്പരൊന്നും അല്ല കേട്ടോ, വേറൊരാളാണ്. പക്ഷേ നമ്മൾ അയാളെ തിരിഞ്ഞാൽ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇയാളെ പെട്ടെന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ല ആരാന്ന്. പിന്നെയാണ് രണ്ടാമത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. കുറച്ച് ചെയ്തിട്ട് എന്തായാലും പ്രശ്നമില്ല. അയാൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. റോഡൊക്കെ കുറച്ച് ടാസ്ക്കാണ്. ഒരു ചെറിയൊരു ഉള്ളേരിയയിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ദാൽ ലേക്കിലേക്കുള്ള റോഡാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കറിയില്ല. മൂപ്പർ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ എന്തായാലും പോയി നോക്കട്ടോ. ഗായ്സ്, അപ്പം നമ്മൾ ഇവിടെ എത്തിട്ടോ. ഇവിടെ എത്തി നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് ഷിക്കാറുകൾ കാണുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഏരിയ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ഏരിയ ഉണ്ടല്ലോ ദാൽ ലേക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട്. അതൊക്കെ കേരളത്തിൽ നിന്ന് വന്നാൽ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കേട്ടോ, ഇഷ്ടംപോലെ ആളുകൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഷിക്കാറിലേക്ക് പോവാം. അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇസ്മായിലും അതുപോലൊക്കെ ഷൂവും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട്. വണ്ടിയൊക്കെ ലോക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ഷിക്കാറുകളുണ്ട് കേട്ടോ. അവിടെ അതാ പോകുന്നുണ്ട്. മലയാളികൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടം പോലെ മലയാളീസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ. ഇതാണ് ഓക്കെ. ഗായ്സ്, ഞങ്ങൾ ഇവിടെ കിടന്നു. ഇങ്ങനല്ലേ അടിപൊളിയാണ് കേട്ടോ അല്ലേ? ഇങ്ങനെയുണ്ട് ആശിക്കേ, ഇങ്ങനെയുണ്ടോ? പൊളിയാണ് കണ്ടോ. അതാ നമ്മളെ ആള് ബേക്കിൽ നിന്ന് ഇങ്ങനെ തുഴയുന്നുണ്ട് കേട്ടോ. തുഴഞ്ഞ് ഇങ്ങനെ പോകും. വേറെ സൗണ്ടുകളും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇതിൽ വരണം, തുഴയണം എന്നൊക്കെ അല്ലേ. ഇതിലിങ്ങനെ പോകണം എന്നൊക്കെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോസിലൊക്കെ മറ്റേ പാട്ടില്ലേ, ആ പാട്ടൊക്കെ കാണുന്നില്ലേ, ആ പാട്ടിലല്ലേ ഇതിങ്ങനെ തുഴഞ്ഞു പോകുന്നത്. അന്ന് മുതൽ ഇങ്ങനെ വിചാരിക്കുന്നത് ഇതൊക്കെ എവിടെ ആയിരിക്കും, തുഴഞ്ഞു പോകണം എന്നൊക്കെ. ചെറുത് മൂപ്പര് കണ്ടോ, ഇത് ഡ്രസ്സാണ്, ഡ്രസ്സിൻ്റെ പരിപാടിയാണ്. അത് എല്ലാ കാലത്തും ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് 150-200 വെച്ച് കൊടുക്കാനിപ്പോൾ നമ്മളെ കയ്യിലില്ല. കഴിഞ്ഞു, പൈസ മൊത്തം കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് വരണം. കണ്ടോ, ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഷിക്കാറുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. പൊളിയാണ്. ഇസ്മായിൽ, ഇതാണ് പേടിയുണ്ടോ? ഒരു പേടിയില്ല. ഇസ്മായിൽ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് വളർന്നവനാ. വിഷയമുള്ള കാര്യമല്ല അവന്. മോർണിംഗ് ടൈം കണ്ടോ. അതിൻ്റെ ഇടയിൽ കണ്ടോ പൂവുകൾ, ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് കേട്ടോ. ചെറിയ ഇങ്ങനെ വഞ്ചിയിലൊക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ട്. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷെ മൂപ്പര് മെല്ലെ തുഴയുന്നുള്ളൂ കേട്ടോ. സമയം 1 മണിക്കൂറേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. 1-2.5 മണിക്കൂർ എടുക്കുകയാണ്. ഒരുപാട് കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞ്. എന്തായാലും പൊളിയല്ലേ. അടുത്ത ആൾ വരുന്നുണ്ട്, എന്തോ സാധനങ്ങൾ കൊണ്ട് വരുന്നുണ്ട്. നോ
വേണ്ട. ഓ ഗായ്സ് കണ്ടോ, ഒരാൾ കുങ്കുമപ്പൂവായിട്ട് വരുമ്പോ ഒരാൾ അവിടെ ലേസ് വെള്ളം പീടി ഒഴുകിയിരുന്നു, വാലാട്ടിന്റെ മുട്ടായിപ്പിടി ഒഴുകിയിരുന്ന പോലെ ഉണ്ട് ഗായ്സ്. ഓ വേറെ ലെവൽ വീണു. നെയ് നെയ് ഒന്നും വേണ്ട. ആ കേരള കാലിക്കറ്റ്. ആ അടുത്ത കച്ചവടക്കാര് ഇവിടെ വന്നു. ഓ ഗൈസ് കണ്ടോ, അത് ഹൗസ് ബോട്ട് ഉണ്ടോ? അങ്ങനത്തെ ഹൗസ് ബോട്ട് ആയിരുന്നു നമുക്ക് ഫസ്റ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് എക്സ്പെൻസീവ് ആണ്. മലയാളികൾ അവിടെ ഉണ്ട് കേട്ടോ. മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അവിടെ ഒരു ഷിക്കാറിൽ പോകുന്ന കണ്ടിരുന്നു. പക്ഷെ അവരെവിടെ ഒത്തിയും തോന്നുന്നു. മലയാളികൾ ഉണ്ടാവൂടോ. ഇസ്മായിൽ അതാ വക്കത്ത് പോയിരുന്നു, വെയിൽ കായുന്നുണ്ടല്ലേ? പൊളിയല്ലേ? അതിനിടയ്ക്ക് ഒരു കച്ചവടക്കാരൻ വന്നു ഇവിടെ റിങ് കാര്യങ്ങൾ എന്തൊക്കെയോ. तुम्हारा पास എന്റെ അല്ലേ? എന്റെ ഉണ്ട്, എന്റെ ഉണ്ട്. എന്റെ അല്ല, എനിക്ക് വേണ്ട. അതാ ഏത് മനുഷ്യന്മാരത് തോയ്യാൻ സമ്മതിക്കൂല കേട്ടോ അവര്. അപ്പോൾ ഗൈസ് നമുക്ക് മൂപ്പര് പറഞ്ഞതാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഇപ്പം നമ്മൾ നിൽക്കുന്ന ലേക്കിൻ്റെ പേര് ഗോൾഡൻ ലേക്ക് എന്നാണ്. മെയിൻ ലേക്കാണ് ദാൽ ലേക്ക്. ദാൽ ലേക്കാണ് മൊത്തത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ 2.5 മണിക്കൂർ എടുക്കണം എന്നാണ് പറയുന്നത്. 2.5 മണിക്കൂറിന് കുറച്ച് പൈസയും കൂടി അധികം വേണം. നമ്മുടെ കയ്യിൽ അതില്ലാതെ കൊണ്ട് നമ്മൾ പോകുന്നില്ല. 1 മണിക്കൂർ മതി നമുക്കെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോകും. നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഈ ബാക്കിയുള്ള കച്ചവടക്കാരുണ്ടല്ലോ ഇഷ്ടം പോലെ അല്ലേ, ഒരു വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ വന്ന് ഒരു സൈഡിൽ നിന്ന് കുങ്കുമപ്പൂ ഉണ്ടാവും, ഒരു സൈഡിൽ നിന്ന് റിങ്, മാല, അത് ഇത് വള സംഭവങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതാണ്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. നമുക്കിതൊക്കെ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. നമ്മളെ എൻജോയ് ചെയ്യാനോട് സമ്മതിക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. എന്തായാലും അടിപൊളിയാണ്. ബാക്കി എല്ലാ കാഴ്ചകളും അടിപൊളിയാണ്. കണ്ടതാ ഇപ്പോൾ ഇഷ്ടംപോലെ നല്ല വീതിയുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സൈഡിൽ ഹൗസ് ബോട്ടുകളുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എല്ലാ കാര്യങ്ങളുണ്ടോ? അതുകൊണ്ടോ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോയി വിൽക്കുന്നുണ്ടോ? ഓ ഗായ്സ് കണ്ടോ, ഞാനിതിൻ്റെ ഈ എഡ്ജിലാട്ടുള്ളത്. അടിപൊളിയാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇതാ കണ്ടോ, അവിടെയൊക്കെ കുറച്ച് മലയാളികളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് എത്തുന്നില്ല. ഇയാൾ മെല്ലെ മെല്ലെ തൊഴിഞ്ഞ് സമയം ഒപ്പിക്കാൻ വേണ്ടി അല്ലേ? അതാണ് ഫുള്ള് ഒരു ബിസിനസ്സാണ് സംഭവം. അത്രേ അടാ മറ്റൊക്കെ പോകുന്ന നോക്കി നീ. ഗായ്സ് കണ്ടോ, പൊളിയാണ് എന്തായാലും. പൊളിയാട്ടോ. ആമർ തൊഴിഞ്ഞ് പോവാണ്. എന്താ അറിയോ സംഭവം, മൂപ്പര് എന്തായാലും തൊഴിയുന്നില്ല. വാങ്ങിയിട്ട് വിടാനുള്ള പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. വണ്ടി ഇത് പോകൂല, അതാണ് പ്രശ്നം. 10 കിലോമീറ്റർ പിടിക്കണം പോകാൻ. എനിക്കറിയാം, പണ്ട് ഞാൻ മറ്റേ അവിടെ തൊയ്യാൻ പോയി. സ്ഥലം ഇറങ്ങുന്നില്ല, വട്ടം കറക്കുന്നുണ്ട്. ഞാൻ തിരിക്കണം അങ്ങോട്ട്. ചാമ്പാടുന്നത് ചാമ്പൊന്നുമില്ല, ഞാൻ മൂപ്പരെ തൊട്ടു. പോകുന്നുണ്ടോ? നേരെ പോകുന്നുണ്ടോ? കണ്ടോണ്ടാ, ഇത് നമ്മൾ സ്റ്റാരിങ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ വട്ടത്തിലാവും. ഇല്ല പൊളിയന്നെ. അപ്പൊ റെഡിയല്ലേ? പൊളി പൊളി. This side. കണ്ടോ, 4 കിലോ വന്നിട്ട് തോണി ഈ ഷിക്കാറിൽ പോകാനൊക്കെ പറ്റും. ചേർക്ക് തൊഴിഞ്ഞു പോകാൻ പറ്റുമോ? റിട്ടേണാ പോകുന്നേ ഉള്ളൂ. നേരെ പോടാ, അങ്ങോട്ട് പോ. അങ്ങോട്ട് റിട്ടേൺ ആക്കിയതാ പറഞ്ഞതാ. സമയായി. അയ്യോ പറഞ്ഞ തിരിക്കാൻ പറഞ്ഞ സുഖാട്ടോ, സംഭവം സുഖാട്ടോ അല്ലേ? ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാ. ഓ ഗൈസ്, തോണി തൊഴിഞ്ഞ് ക്ഷീണിച്ചോടെ ഇരിക്കാട്ടോ. റീലുണ്ടാക്കുന്ന തിരക്കിലാണ് ഇസ്മായിൽ. ആഷിഖ് അതാ അവിടെ നിന്ന് പോസ് ചെയ്യുന്നുണ്ട്. നടക്കുക ആഷിഖേ?
കണ്ടോ അടുത്ത ആള് വന്നത് കച്ചവടം വെറും കച്ചവടം ഒരു സമാധാനം തരാത്തല്ലേ തേങ്ങ വെക്കുന്നുണ്ട് തേങ്ങ തേങ്ങ इधर देखो गिफ्ट के लिए कुछ ആ സാധനം ഉണ്ടോ रिंग ऑफ के लिए कुछ സോറി अच्छा अच्छा आइटम नहीं चाहिए सिगरेट पाइप हुक्का चाहिए ഐസ് കണ്ടോ പോകുന്ന വഴിക്ക് ഒരു ആംബുലൻസ് കണ്ടോ ആംബുലൻസ് അത് ഈ വെള്ളത്തിൽ ആരെങ്കിലും വീണ് കഴിഞ്ഞാലൊക്കെ എടുക്കാനുള്ളായിരിക്കൂലേ അല്ലേ പിന്നെ റോഡ് മുകളിൽ ഉണ്ടായ പോരെ അതിന് മോട്ടറെ കണ്ട് എങ്ങനെ അത് തന്നെ അതാ പറഞ്ഞ വെള്ളത്തിൽ ആരെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ വീണാൽ എടുക്കാനുള്ളതായിരിക്കും വെള്ളത്തിലല്ല അവിടുന്ന് ആടുന്ന് എങ്ങനെയും ഉണ്ട് ആടുന്ന് റോഡില്ല അങ്ങോട്ട് റോഡ് കൂടെ കാണാൻ സിമ്പിൾ ഇതായിരിക്കും അങ്ങനെ ആയിരിക്കൂലേ സ്ട്രൈറ്റ് കിട്ടൂലേ ഇവനാണ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വലിയ വിവരം. ഇവിടെ കണ്ടോ ഒരു റെസ്റ്റോറൻ്റ് കണ്ടോ പൊളി കേട്ടോ ഗ്രീൻസ് ഫ്ലോട്ടിംഗ് ആണ് മൊത്തം കണ്ടോ നല്ല കളറുകൾ മഞ്ഞ ചുവപ്പൊക്കെ കളറുകളുള്ള നല്ല രസമുള്ള ഷിക്കാറുകളുണ്ട് കേട്ടോ പൊളിയാണ്. ഞമ്മക്ക് കിട്ടിയത് ഇവിടെ കണ്ടോ അതാ പൊളിഞ്ഞൊരു വലിയൊരു സെറ്റപ്പ് ഒന്നുമില്ല ചാമ്പ്യതാണ് അതിൻ്റെ അത് കണ്ടോ അതിൻ്റെ കളറൊക്കെ കണ്ടോ ഫ്ലക്സ് ആണ് ഫ്ലക്സ് ഗൈസ് കുഴപ്പമില്ല എല്ലാവരും പോകുന്നത് ഈ വെള്ളത്തിൽ കൂടി തന്നെയാണ് അതുകൊണ്ട് ഗൈസ് കണ്ടോ പരുന്തെന്തൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ നിന്ന് കണ്ടോ ആ മലകൾ കണ്ടോ ഗുൽമാർഗ് ആണെന്ന് തോന്നുന്നുണ്ട് അത് കാണുന്നത് നമ്മളെ ബോട്ടിലുള്ള ആൾ പറഞ്ഞു തന്നു ആ കാണുന്നത് ഗുൽമാർഗ് 66 കിലോമീറ്റർ അങ്ങ് പോയാൽ അവിടുത്തെന്ന് പറഞ്ഞു അടിപൊളിയാണ് കേട്ടോ മുഴുവൻ സ്നോ ആണ് മുഴുവൻ മഞ്ഞിങ്ങനെ വീണിട്ട് ഇങ്ങനെ ഐസായി കിടക്കുകയാണ് മൊത്തം അടിപൊളിയാണ് എന്തായാലും ആശിക്കേ അങ്ങോട്ട് പോരി വെള്ളത്തിൽ വീഴണ്ട തണുത്തിട്ട് ഒന്നും ചെയ്യാനാവില്ല. ഓ ഗൈസ് വണ്ടി ഇളകുന്നു. ഓ ഗൈസ് അങ്ങനെ നമ്മളെ സമയം കഴിയാൻ പോകാണെന്ന് തോന്നുന്നുണ്ട് കാരണം മൂപ്പര് മെല്ലെ 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 തൊഴിഞ്ഞങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല പൊളിയാണ്. നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ടുള്ളൂ 1 മണിക്കൂറിൻ്റെ പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ വരണമെന്ന് ഇസ്മായിലേ ഇതിലൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞ് പോകണമെന്ന് പറ്റുമെന്നൊക്കെ വിചാരിച്ചിരുന്നു എവിടെ ഇല്ല പോകണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഈ തൊഴിഞ്ഞ് ഈ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എവിടെ സ്ഥലം എന്നുള്ള അറിയാം എനിക്ക് അതും അറിയില്ല. എല്ലാ സ്ഥലത്തും ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് മാത്രം നമ്മൾ ഇളകാൻ എടുത്തില്ലൂ അല്ലേ ബാക്കി കുറേ കാര്യങ്ങൾ നമ്മൾ പൈസ ഇല്ലാത്തത് കൊണ്ട് ചെയ്യാണ്ടിരുന്നില്ലേ ഇത് നല്ല ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ദാൽ ലേക്കിലൊക്കെ ഇറങ്ങി ഇങ്ങനെ തോണിയിൽ പോവാതെ പിന്നെ വന്നിട്ട് കാര്യമില്ല അതാണ് അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും പൈസ ആയാലും വേണ്ടില്ല ഞാൻ എടുത്തത് കയ്യിലുള്ള പൈസ മൊത്തം ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. തോണിയല്ലടാ ഷിക്കാർ എന്തായാലും തോണിയല്ലത് ആണോ ഷിക്കാർ എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും പൊളിയാണ് വേറെ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ആഷിക്കൊക്കെ ഭയങ്കര ത്രില്ലിലാണുള്ളത് കാരണം ഇതിന്റെ ഫോട്ടോ റീൽ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റുന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് അല്ലേ അല്ലേ കണ്ടോ ഇഷ്ടം പോലെ ഹൗസ് ബോട്ടുകൾ അതിൻ്റെ അടുത്ത് കുറേ കച്ചവടക്കാർ ഈ ചെറിയ ബോട്ടിൽ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്ലോട്ടിങ് ഷോപ്പുകൾ തന്നെ കേട്ടോ. കണ്ടോ ഡ്രസ്സ് വരെ ഉണ്ട് ക്ലോത്തൊക്കെ കൊണ്ടുവന്നുണ്ടോ അതാടാ ഷർട്ട് പീസൊക്കെ കണ്ടോ കൊണ്ടുവന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗാർഡനൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത് ഫ്ലോട്ടിങ് ആണോ ഇനി അത് ഐലൻഡ് ആയിരിക്കും അല്ലേ ആണ് മരമൊക്കെ ഉണ്ട് അവിടെ. അതിൻ്റെ 4 ഭാഗത്തു കൂടിയും ഈ ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയമാകുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി വന്നതാണ്. പറഞ്ഞ സമയത്ത് കറക്റ്റ് പാലിക്കുന്നുള്ള നമുക്കറിയില്ലായിരുന്നു അങ്ങനെ നമ്മൾ ലേറ്റ് ആയില്ലേ. ഒച്ചപ്പാട് കേട്ടോ കച്ചവടക്കാരെല്ലാരും ഇട്ട് പൊതിയാണ്. ഒരു വണ്ടി വന്നാൽ 4 കച്ചവടല്ലേ ഒരു വണ്ടി കൊണ്ട് ആൾക്കാർ വന്നാലും 4 ആള് ചുറ്റും ഒന്ന് പൊതിയാണ്. ഒരു ചേച്ചി അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കരത്തിൻ്റെ പോസ് ചെയ്യുന്നുണ്ടോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് ഒരാദ്യം പറയും 80, 100, 120 എന്ന് പറയേ. അപ്പം പിന്നെ പറയും സൈസ് കൂടുതലാണ് പൈസ കൂടുതൽ വേണം അതാ സെറ്റപ്പ്. ഇത് കണ്ടോ ഇതൊരു പഴയ ഒരു ഫ്ലോട്ടിങ് ഇതാട്ടോ ഒരു എന്താ പറയുക ചെറിയൊരു മിനി പാലസ് തന്നെ പറയുക. അടിപൊളി സെറ്റപ്പാണ് ഉള്ളിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് റിനോവേഷൻ നടക്കുകയാണ് മുപ്പത് അങ്ങനെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയാണ് നീളം നോക്കിയേ അല്ലേ എത്രയോ റൂമുകളുണ്ട് ഇതിൽ ഭയങ്കര സെറ്റപ്പാണ് അത്. ഓ ഗൈസ് ഇതൊക്കെ അങ്ങനെ കുത്തുകൊടുത്ത് നിർത്തിയതാണ്ടോ അന്ന് പോകാതെ നിൽക്കാൻ ഒരുപാട് അങ്ങനെ തന്നെ കേട്ടോ. ഈ ഫ്ലോട്ടിങ് ആണെങ്കിലും ഇതൊന്നും പിന്നെ അനക്കൂലാന്ന് തോന്നുന്നുണ്ട് കാരണം ഒരുപാടായി ഇവിടെ വെച്ചിട്ട്. അതാ എടാ മറക്കലടാ
ഇസ്മായിൽ നമ്മളെ മറച്ച് തള്ളിയിടുന്നത് തണുത്ത് കുറച്ച് ചാകത്തേ ഉള്ളു. അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം 1 മണിക്കൂർ ആവാനായി കേട്ടോ. നമ്മളത് അവിടെ കരയിലേക്ക് അടുത്തിട്ടുണ്ട്. ഒരുപാട് കണ്ടോ ഷിക്കാറുകൾ, ചെറിയ ചെറിയതും വലുതൊക്കെ ആയിട്ട് ഒരുപാട്. പിന്നെ ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആണ് എന്തായാലും. നല്ലൊരു തണുത്ത ഒരു ക്ലൈമറ്റ് ആണ്. നല്ല അടിപൊളിയാണ്. ചെറിയൊരു വെയിലുണ്ട്, തണുപ്പില്ല, ചൂടില്ല, അങ്ങനത്തെ ഒരു പ്രത്യേക കാലാവസ്ഥയാണ്. അടിപൊളിയാണ്. നമുക്ക് കിട്ടിയ ഷിക്കാറ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല അടിപൊളി മനുഷ്യനാണ്. എല്ലാം ഇങ്ങനെ 1 മണിക്കൂർ എന്തൊക്കെയോ ആക്കി മൂപ്പർ 1 മണിക്കൂർ ഒപ്പിച്ച്. എന്തായാലും ഒരുപാട് ലോങ് ഒന്നും പോയിട്ടില്ലെങ്കിലും 2.5 മണിക്കൂർ അധികം ദൂരം ഒന്നും പോവാതെ മൂപ്പർ എങ്ങനെ ഒപ്പിച്ചെന്തായാലും. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. മൂപ്പര് ഭാഷ മൂപ്പർക്ക് അറിയാത്തത് കൊണ്ട് പ്രശ്നമില്ല. എന്ത് കളിയെങ്കിൽ കളിക്കുന്നത്. ഓ ഗായ്സ്, ഇസ്മായിൽ ഇത് തള്ളിയിടുന്ന എനിക്ക് തോന്നുന്നു. ഇസ്മായിൽ ഫോട്ടോ എടുത്ത് മതിയായിട്ടില്ല. അതുകൊണ്ടോ ഇഷ്ടം പോലെ ആളുകളുണ്ട്. പുതിയ ഓരോരുത്തർ വന്നിട്ട് ഷിക്കാർ എടുത്ത് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിങ്ങനെ ഈ ഒരു പാക്കേജ് എടുത്തത് കൊണ്ടാണ് 1000 രൂപ ആയതെന്ന് തോന്നുന്നുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് കുറഞ്ഞ പൈസ കിട്ടുന്നൊക്കെ. പക്ഷെ എന്തായാലും നമുക്കറിയില്ല. നമുക്ക് റൂമും എല്ലാം കൂടി ഒരു ഇതാണ് വന്നത്. കുറഞ്ഞ പൈസ കിട്ടി, അതുകൊണ്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ. ഒരു ദിവസത്തേക്ക് റൂമിന് 500 രൂപേൻ്റെ അടുത്ത് മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ. ശരിക്ക് സാധാരണ രീതിയിൽ അത്ര പോരാ, കാരണം ഇവിടുന്ന് കുറഞ്ഞ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റൈഡ് കഴിയാനായിട്ടുണ്ട്. ഇപ്പോൾ അതാ കരയിലേക്ക് അടുക്കുകയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിങ്ങനെ പോയാൽ അതിലങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് ലോങ് പോകാനുണ്ട് കേട്ടോ. ശരിക്കും 2.5 മണിക്കൂർ വേണമെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മൾ റൈഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, പല സൈസ് ആളുകളുണ്ടോ, പല സൈസ് കച്ചവടക്കാർ ഇഷ്ടം പോലെ. ഈ ഫോട്ടോ എടുക്കുന്ന ആളുകൾ, ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ പരിപാടികളുണ്ട്. അതുകൊണ്ട് ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണ്. ഷിക്കാറുകളൊക്കെ ഒരുപോലെ തന്നെയാണ് ഉള്ളത്. റൂഫൊക്കെ ഏകദേശം ഒരുപോലെ ചെയ്തിട്ട്. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ ഷിക്കാറിന് ഇറങ്ങിട്ടോ. അതായിരുന്നു നമ്മൾ അവിടെ വണ്ടി സൈഡാക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. ഒന്നാമോട്ട് ഒഴിവാക്കിയിട്ടാണ് നമ്മളിത് കയറ്റിയത് ഇങ്ങോട്ട്. അപ്പോൾ അതാണ്ട് ഒരുപാട് ഷിക്കാറുകളുണ്ട്. അടിപൊളിയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ തോണിയിലും ബോട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അതും നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഇവിടെ ദാലിലേക്കിലൊക്കെ വന്ന് പോകണമെന്ന്. ഒരുപാട് സമയം നമുക്ക് കഴിഞ്ഞില്ല, കാരണം കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. 2500 ഒക്കെ ആണ് പറയുന്നത്. പക്ഷേ നമ്മൾ ചെറിയൊരു മണിക്കൂറിന് മാത്രം എടുത്തു, കാരണം നമ്മളൊരു ആഗ്രഹമാണ്. നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് നമ്മളത് സാധിച്ചെന്തായാലും. അപ്പോൾ ഹാപ്പിയാണ് കേട്ടോ. എന്തായാലും അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മൾ കഴിയുന്ന രീതിയിലൊക്കെ സാധിക്കുന്നതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ 3 പേരേ ഉള്ളൂ, എന്നാലും നമ്മളല്ലേ 3 ആളുകളെങ്കിലും റെഡിയല്ലേ? പൊളിയല്ലേ? അപ്പോൾ നമ്മളെ വണ്ടി ഇതാ ഇവിടെ ഉണ്ട്. ആളുകൾ വന്ന് കണ്ട് തീർന്നെന്ന് തോന്നുന്നുണ്ടോ, കാരണം ഇവിടെ ഉള്ള എല്ലാ ഷിക്കാറിലുള്ള ആളുകളും വന്നിരുന്നു. വണ്ടി ഇതാ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പാർക്ക് ഇനി ഇതിലെ കൊണ്ടുവിടാം. ഇവിടെ വണ്ടിയാണല്ലോ, വണ്ടി ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, അവിടെയൊക്കെ എന്തൊക്കെ പരിപാടികളുണ്ട്. എന്തോ വെള്ളത്തിൽ പോയി തോന്നുന്നുണ്ട്. നമ്മൾ പോയി നോക്കാം എന്തായാലും. ഒരുപാട് ആളുകൾ ആ ഒരു പാലത്തിന് നമ്മൾ കയറി നിൽക്കുന്നുണ്ട്. അതിന് താഴത്ത് എന്തോ ഒരു മീനുണ്ട്, മീനിനെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ മീൻ അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. അല്ലാതെ ഒരു മീനിനെ പിടിക്കാൻ ഇത്രയും ആളുകൾ വന്നു അല്ലേ? ഒരു മീനുണ്ട് അവിടെ കുടുങ്ങിയിട്ടുണ്ട്. അതിനെ പിടിക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ട ഒരാൾ വെള്ളത്തിലൊക്കെ വീണാ നിൽക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ആളില്ലേ, ആ ആള് അവിടെ വെള്ളത്തിലൊക്കെ ചാടി വെള്ളത്തിൽ വീണുപോയി. അപ്പോൾ വേറൊരാൾ തോണിയും കൊണ്ട് വന്ന് ആ വലയിലാണ് സംഭവം ഉള്ളത് കേട്ടോ. അപ്പോൾ അതിനെ ഇനി മീനെ രക്ഷിച്ച് വിടുവാണോ? അല്ല, അയാളെ അതിനിപ്പോൾ പിടിച്ചിരുന്നല്ലോ. അതിൽ കിട്ടോ? ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ അല്ലേ? അതാ അവിടെ കണ്ടതാ. ഓ ഗൈസ്, ഇവിടെ മീൻ പിടുത്തോ അപൂർവ കാഴ്ചാൻ സംശയമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം വലിയ മീനായിരിക്കും അല്ലേ? ഇവിടെ അത് ഷിക്കാറൊക്കെ ചത്തുപോയി. നല്ല സെറ്റപ്പ് ഉണ്ടോ ഇവിടെയൊക്കെ? ഉണ്ടോ? അതൊക്കെ ഓരോ വീടുകളാണ് കേട്ടോ. വെള്ളത്തിലിങ്ങനെ തൂണൊക്കെ അടിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ചെറിയ വീടുകൾ, വലിയ വീടുകൾ, എന്തൊക്കെയോ സെറ്റപ്പുകളുണ്ട്. നല്ല അടിപൊളി ലൈഫാണ് കേട്ടോ അവരെ. ഓ ഗൈസ്, അതാ കണ്ടോ മീൻ കുറേ ഉണ്ടോ? വേറെ ലെവലാട്ടോ, മീൻ കുറേ ഉണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ ലേക്കിലൊക്കെ പോയി ഇങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ടോ. റൂമിൻ്റെ അടുത്തെത്തി. ഇവിടെ പാർക്കിംഗ് ഇത് പ്രശ്നമാണ്, റോഡിൽ തന്നെ പാർക്ക് ചെയ്യണം നമ്മൾ. അപ്പോൾ എന്തായാലും നമ്മൾ വന്നപ്പോൾ 2 മച്ചന്മാരെ പരിചയപ്പെട്ടു. മലയാളീസാണ് നാട്ടിൽ. നമുക്ക് എന്തായാലും ഒരു പരിചയപ്പെടട്ടോ. പേര് ബാസിത്ത് അല്ലേ? ബാസിത്ത് കൊച്ചിയിൽ നിന്നാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്രയായി? ഒരാഴ്ചയായി. അപ്പോൾ കറങ്ങിയോ മൊത്തം? ഏകദേശം. ഇനിയിപ്പോൾ സോനാമാർഗ് പോകണം. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകാൻ കേട്ടോ. വേറൊരാളെ കൂടി പരിചയപ്പെടുത്തി തരാം. വരൂലേ? ഓക്കെ, അപ്പോൾ ആള് ക്യാമറയുടെ മുമ്പിലേക്ക് വരില്ല എന്നാണ് പറഞ്ഞത്.
അപ്പോൾ എന്തായാലും നമുക്ക് പരിചയപ്പെട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകണം. സമയം 12 മണിയായില്ലേ. എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കണം കേട്ടോ. കുക്ക് ചെയ്ത് കഴിച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണം. അടുത്തുള്ള സ്ഥലങ്ങളിൽ ജമാ മസ്ജിദും ടുലിപ്പ് ഗാർഡനൊക്കെ ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും റൂമിലേക്ക് പോവാം. ഓ ഗൈസ്, അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മൾ കുളിച്ച് മാറ്റി. നമ്മൾ രാവിലെ കുളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നീക്കാൻ കുറച്ച് നേരം വൈകി. പിന്നെ ബോട്ടുകാർ ബോട്ടിൻ്റെ ആൾക്കാർ വന്ന് അവർ ഇങ്ങനെ വെയിറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ വേഗം ചായ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഈ ഹോട്ടലിലാണ് കുക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ അവിടുന്ന് കുക്ക് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ നടക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമുക്ക് നാളെയൊക്കെ ഒന്ന് വേണേൽ നോക്കട്ടോ. ഒന്ന് എവിടുന്നെങ്കിലും എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ നമുക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലും ഫുഡ് കഴിക്കാം കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട് കാണാൻ പറ്റിയ. എല്ലാവരും വന്നാൽ എല്ലാവരും പോകുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വലിയ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് അവിടെ പോയി നോക്കാം. നമുക്ക് ഫുഡ് കഴിക്കാൻ എവിടെയുള്ളതെന്ന് നോക്കട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ തിരഞ്ഞ് നടന്നു. പിന്നെ നമ്മൾ നേരത്തെ കണ്ട രണ്ടാൾക്കാരല്ലേ, നമുക്ക് ഒരു റെസ്റ്റോറൻറ്റൊക്കെ പറഞ്ഞു തന്നിട്ട് കേട്ടോ. പക്ഷേ അത് തിരഞ്ഞിട്ട് കണ്ടില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ ധാബയെ കയറി ജസ്റ്റ് അവിടെയുള്ള റൊട്ടിയും ഇതൊക്കെയോ കാര്യങ്ങളൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ജാമിയ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വളരെ പ്രശസ്തമായ മസ്ജിദാണ് കേട്ടോ. ഒരുപാട് കാലം പഴക്കമുള്ളതാണ്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോവുകയാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. ചെറിയ വീതി കുറഞ്ഞ റോഡുകളാണ്. റോഡിൻ്റെ സൈഡിലൊക്കെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ കടകളുണ്ട്. കണ്ടോ ഈ ഏരിയ ഉണ്ടോ? ഇങ്ങനത്തെ ഏരിയകളിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 2.5 കിലോമീറ്ററാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഒരു 1/2 കിലോമീറ്ററും കൂടെ പോകാനുള്ളൂ. നമുക്കെന്തായാലും കാഴ്ചകൾ കണ്ട് പോവാം. നല്ല തിരക്കുണ്ട് കേട്ടോ. ആ റോഡിലൊക്കെ സൈഡിൽ കണ്ടോ വണ്ടി നിർത്തിയിട്ട് പാർക്ക് ചെയ്ത് പോയതാണ് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ്, അല്ലാതെ വണ്ടിക്ക് വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. റോഡിൽ തന്നെ പാർക്ക് ചെയ്തുകൊണ്ടാണ്. 2 സൈഡിലും പാർക്ക് ചെയ്തിട്ടുണ്ട്. ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ജാമിയ മസ്ജിദ്. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട്. ഇതിന് ചുറ്റും ഒരുപാട് മാർക്കറ്റുകൾ സംഭവങ്ങളുണ്ട് കേട്ടോ. ഉണ്ടോ ഇഷ്ടം പോലെ. ഈ മസ്ജിദിൻ്റെ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഗേറ്റുകളുള്ളത്. ഒക്കെ ഫ്രണ്ടിൽ ആർച്ചുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഫീസൊക്കെ കൊടുത്ത് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ എൻട്രി ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ കയറി നോക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ മസ്ജിദിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഗേറ്റ് നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ തന്നെ കൊള്ളുന്നില്ല. അത്രയും വലുതാണ് കേട്ടോ. വലിയൊരു ആർച്ച് മോഡൽ അടിപൊളിയാണ് കേട്ടോ. ഇത് 1394 AD ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വലിയ മസ്ജിദാണ് കേട്ടോ. 346 പില്ലർ അതിൽ കണ്ടിട്ടുണ്ട്. 346 പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. 21 അടി ഹൈറ്റിൽ 5 അടി വീതിയിലുള്ള 346 പില്ലറുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളോട്ട് കയറട്ടോ. വലിയ ഡോർ ഇതാ കേട്ടോ. 2 വലിയ ഡോറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ. ഇത്രയും ഹൈറ്റ് ഉണ്ട്. മുകളിലൊക്കെ വുഡൻ സീലിംഗ് ആണ് കേട്ടോ. വുഡൻ സീലിംഗ് ആണ് മുഴുവനും. ഇതാ കണ്ടോ ഈ ഏരിയ കണ്ടോ. ഒരുപാട് ഏരിയ ഉണ്ട്. ഇതാ അതുപോലെ തന്നെ ഇങ്ങോട്ടുണ്ട് ഒരുപാട് ഏരിയ ഉണ്ട്. ഇതൊക്കെ ഒരൊറ്റ പീസ് വുഡാണ് കേട്ടോ. ഓ ഗൈസ്, അടിപൊളി കാഴ്ചയാണ്. ഈ ഒരു മസ്ജിദ് കണ്ടോ. ഇത് ചുറ്റുമുണ്ട് കേട്ടോ. ഒരുപാട് ഏരിയ ഉണ്ട്. സെൻട്രലായിട്ട് ഒരു ഗാർഡൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ മസ്ജിദിൽ 33,333 ആളുകൾക്ക് ഒരു സമയം പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്രയും ഏരിയ ഉണ്ട് ഇത്. ഈ മസ്ജിദിനെ പറ്റി ഒരുപാട് ചരിത്രങ്ങളുണ്ട്. കാരണം ചരിത്രം കാര്യങ്ങളൊന്നും നമ്മളധികം പറയുന്നില്ല. ഇത് അത്രയും വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഓരോരോ ഏരിയ അതൊക്കെ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട്. ഒക്കെ കാലപ്പഴക്കം കൊണ്ട് പറ്റിയ കേടുപാടുകളൊക്കെ ഒരു റിനോവേഷൻ ചെയ്തിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ഗേറ്റ്. അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ഏരിയ ഉണ്ട്. ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. ഇവിടെ മാസ്ക് ഇടാതെ എൻട്രി കിട്ടൂല.
അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ടൊരു ചെറിയ കുളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, അത്യാവശ്യം ആഴമുള്ള കേട്ടോ. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇസ്മായിലും ആഷിക്കും നേരത്തെ കയറി വന്നതാണ് ഇങ്ങോട്ട്. ആഷിക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. കണ്ടോ ഏരിയ കണ്ടോ, അടിപൊളി ഏരിയ കേട്ടോ. ഓ ഗൈസ്, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ടോ അതിൻ്റെ ഗേറ്റൊക്കെ അതൊക്കെ ഇഷ്ടികകൾ കൊണ്ട് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഒരുപാട് ഏരിയ കണ്ടതാ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ തന്നെ സൗകര്യമാണ് നമ്മൾ വന്നതുപോലുള്ള. നമുക്ക് ജസ്റ്റ് ആ ഭാഗത്തേക്ക് കൊണ്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ഇതിൻ്റെ എല്ലാ ഏരിയ കണ്ടോ. നമ്മളിതിൻ്റെ രണ്ടാമത്തെ ഏരിയയിലേക്ക് വന്ന്, രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗേറ്റ് അതാ അവിടെ നിന്നാണ് കടന്ന് വന്നിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ട് വന്നു. ഇവിടെ അതുപോലെ തന്നെയാണ് കേട്ടോ. സെൻട്രലിലുണ്ടോ ഹൈറ്റിൽ ഉള്ള തൂണുകൾ, പില്ലറുകളുണ്ടോ. ഇതൊക്കെ ഒറ്റ സിംഗിൾ മരമാണ് കേട്ടോ. ഇത് ജോയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല, സിംഗിൾ മരമാണ്. വലിയ മരം കണ്ടോ, ഇത്രയും ഹൈറ്റിലുള്ള. എല്ലാ ഏരിയയും ഒരുപോലെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാം അങ്ങോട്ട്. നമുക്കിതിൻ്റെ ഉള്ളിലൂടെ പോയി നോക്കട്ടോ. കണ്ടോ, എല്ലാ ഭാഗവും ഒരുപോലെ തന്നെയാണ് ഉള്ളത്. എല്ലാ ഭാഗത്തും 4 ഭാഗത്തും ഇതിൻ്റെ ഒരു ഗേറ്റുകളുണ്ട്. ആ ഗേറ്റിലൊക്കെ കാണാം കുറച്ച് ഹൈറ്റ് കണ്ടോ. അത് ഒരു ഗേറ്റാണ്, അത് നമ്മൾ വന്ന ഗേറ്റാണ്. ഇതുപോലെ വേറൊരു ഗേറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഇറങ്ങിപ്പോയി നോക്കാം. നമ്മൾ ചെരുപ്പ് പുറത്ത് അയച്ചു വെച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ. കാരണം ഉള്ളിൽ കയറിയിട്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു സെൻറ്ററിലുള്ള ഗ്രൗണ്ടിലേക്കൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ചെരുപ്പ് ഇട്ടിട്ടില്ല. പിന്നെ കാശ്മീരിൽ ശ്രീനഗറിൽ തന്നെ ഇതുപോലെ ഒരുപാട് മോസ്കുകൾ നമുക്ക് കാണാം. ഇഷ്ടം പോലെ മസ്ജിദ് കാര്യങ്ങളുണ്ട്. ഒരുപാട് പുരാതനമായിട്ടുള്ള അത്രയും കാലങ്ങൾ പഴക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാം കേട്ടോ. നമ്മൾ വരുന്ന വഴിക്കൊക്കെ ചെറിയ മസ്ജിദുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കാണും കേട്ടോ. അതൊക്കെ ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ളതാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അതാ ഗേറ്റ് കണ്ടോ, ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ് നമ്മൾ. ഇതിന് ചുറ്റുമുള്ള ഒരുപാട് കടകളുണ്ടോ. ഡ്രസ്സാണ് കേട്ടോ മെയിനായിട്ടുള്ളത്. കണ്ടോ, ഇവിടുത്തെ ഡ്രസ്സുകൾ, എല്ലാ സംഭവങ്ങളുണ്ട്. മാറ്റുകൾ, പിന്നെ ഫാൻസി ഐറ്റംസ്, ബാഗുകൾ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സ്റ്റാളുകളായിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മറ്റേ സൈഡ് വരെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഡ്രസ്സുകൾ തന്നെയാണ് അധികം ഉള്ളത്. പിന്നെന്താ ഇവിടെ പെട്ടിയോ. ഓ ഗൈസ്, ഒരു വെറൈറ്റി ആണല്ലോ. ഡ്രസ്സുകൾ, ബാഗുകൾ. ഇത് കണ്ടോ, ഇത് മസ്ജിദിൻ്റെ വേറൊരു ഗേറ്റാണ്. ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ. ഇതൊക്കെ വർക്ക് നടക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒക്കെ റിനോവേഷൻ വർക്കുകളാണ്. മെയിനായിട്ട് ഡ്രസ്സാണ് കേട്ടോ ഇവിടെ ഉള്ളത്. വിലയൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ ബോർഡുകളുണ്ട്. തവയാ കോക്കറി പൈസ കണ്ടോ. ഇഷ്ടംപോലെ സ്റ്റാളുകൾ, ഒരുപോലത്തെ സ്റ്റാളുകളാണ് കേട്ടോ. എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയുള്ള ഡ്രസ്സുകൾ. ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ട് ഇവർ ധരിക്കുന്ന ഡ്രസ്സുകൾ കേട്ടോ. ഇത് സാധാരണ രീതിയിൽ ധരിക്കുന്ന ഡ്രസ്സ്, ട്രഡീഷണൽ ഡ്രസ്സല്ല. കണ്ടോ, കുറച്ചിങ്ങോട്ട് പോന്നിട്ട് വേറൊരു ഏരിയ ആണ് കേട്ടോ. ഏരിയയിൽ ഇതുപോലത്തെ സാധനങ്ങളാണ്. കപ്പുകളുണ്ട്, ഫാൻസി ടോയ്സുകൾ, ചെറിയ ഡ്രസ്സുകൾ,
വലിയ വിലയൊന്നും ഇല്ലാത്ത സാധാരണ രീതിയിലുള്ള ഡ്രസ്സുകൾ, ബാഗുകൾ, ഇത് കണ്ടോ, കപ്പുകളൊക്കെ അധികമുള്ളൂ കേട്ടോ. കപ്പിനൊക്കെ ഭയങ്കര തിരക്കുണ്ട് ഇവിടെ. നമ്മളെന്തായാലും ഒരു സാധനം വാങ്ങുന്നില്ല, അല്ലെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ സാധനം അധികമാണ്, ലഗേജ് അല്ലേ, ലഗേജ് അധികമാണ്. ഇതൊക്കെ എന്താ, ഓ ഗായ്സ് വെറൈറ്റി മാലകൾ, വളകൾ, റിങ്ങുകൾ. കപ്പുകൾ വരെ എന്തോ ഒരു മെയിൻ സംഭവം ഉണ്ടല്ലേ. എത്രയാ കപ്പുകൾ നോക്കി, ചെറിയ പൊളി തന്നെ, ജിഞ്ച ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കപ്പുകൾ പല രീതി, പല സൈസുകളിൽ, സെറാമിക് ഉണ്ട്, ഗ്ലാസിൻ്റെ ഉണ്ട്, ഇഷ്ടം പോലെ. ഇത് ഒരുപാട് കടകളുണ്ട് കേട്ടോ. അതിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടത് ഇതിൻ്റെയാണ് സ്റ്റാളുകൾ കണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് വാങ്ങിയാൽ നമ്മൾ നാട്ടിലെത്തൂല, ഉറപ്പാണ്. സംഭവം നാട്ടിൽ കിട്ടുകയും ചെയ്യും കേട്ടോ, വേറെ കാര്യം. പക്ഷെ അങ്ങനെ കാണുമ്പോഴാണ് ഇതിൻ്റെ രസം അല്ലേ, കാണാൻ വേണ്ടിയിട്ട് രസമാണ്. നമ്മളതിലിപ്പം വാങ്ങാനിപ്പോൾ എന്ന് പറഞ്ഞാൽ കാണാൻ മാത്രം രസം മതി ഇപ്പോൾ തൽക്കാലം. പിന്നെ ഉണ്ടോ കളറുകൾ, നല്ല ബാഗുകൾ, ചെറിയ രസം കേട്ടോ. ഇതൊക്കെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളല്ലേ, ഹാൻഡിക്രാഫ്റ്റ് സംഭവങ്ങളല്ലേ. അപ്പം നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടോ, അവിടുന്ന് വണ്ടിയിൽ കയറി, വണ്ടി എടുത്ത് ഇനി വേണം അടുത്ത സ്ഥലങ്ങൾ അവിടെ കാണാനുള്ള വെച്ചാൽ നോക്കണം. പിന്നെ അധിക നേരം നമ്മളെ മാർക്കറ്റുകൾ നടന്നു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ തോന്നും, അതുകൊണ്ട് നടന്നിട്ടില്ല. കാരണം അത്രയും രസമുള്ള സാധനങ്ങളാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കണ്ടു. നമ്മളൊന്നും വാങ്ങിയില്ല. ഒന്നാമത്തെ നമ്മളെ ഈ സ്ഥലമില്ല, പിന്നെ പൈസ ഇല്ല. ആ രണ്ട് കാര്യം കൊണ്ട് വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിട്ടോ അവിടെ ചെറിയ രീതിയിൽ അല്ലേ. ഒരു കഴിഞ്ഞ ആഴ്ച കലൂർ സ്റ്റാൻഡിലാക്കിയതിനേക്കാളും വലിയ, കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഉണ്ടാക്കിയതിനേക്കാളും വലിയ ബ്ലോക്ക് ഉണ്ടാക്കി നമ്മളിവിടെ. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടെ ഒരു ഏരിയയിൽ ഒരു മലൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഫോർട്ട് പോലെ എന്തോ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയോ നോക്കുക. ലൊക്കേഷനും കാര്യങ്ങളും പേരും ഒരു കാര്യം അറിയില്ല. നമ്മൾ ഒരു റോഡ് കണ്ട് അതിന് പോയി നോക്കുകയാണ്. അപ്പോൾ അവിടെ എത്തുന്നതാണ് വിചാരിക്കുന്നത്. എന്താണ് നമുക്ക് പോയി നോക്കട്ടെ. എന്തായാലും കുറേ കാലം പഴക്കമുള്ള എന്തോ സംഭവമാണ് അത്. നമുക്ക് പോയി നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ കണ്ടോ, നമ്മൾ വന്ന വഴി കണ്ടോ, ആ വഴിക്ക് ഇങ്ങനെ കയറി ജസ്റ്റ് ഒരു വഴി കണ്ടിട്ട് അവിടെ കണ്ടോ ഒരു ഫോർട്ട് കണ്ടോ, മുകളിലൊരു ഫോർട്ട് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നോക്കി, ഒരുപാട് വീടുകൾ കേട്ടോ. വീടുകൾക്കിടയിൽ കൂടി നമ്മളിങ്ങനെ കയറി പോയി നോക്കി. കുറച്ച് കയറി കഴിഞ്ഞപ്പം അങ്ങോട്ടുള്ള വഴി കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെയുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനെന്ന്. നമ്മളെന്തായാലും റിസ്ക്കിന് നിൽക്കുന്നില്ല, കാരണം എല്ലാവർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സ്പെഷ്യൽ പെർമിഷൻ വേണമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് പോവുകയാണ്. വേറെവിടെയെങ്കിലും പോകാൻ പറ്റുമോ നോക്കാം നമുക്ക് കേട്ടോ. ഓ ഗായ്സ്, എന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടോ. അവിടെ നിന്ന് പോന്ന് നമ്മൾ എന്തൊക്കെയോ ആക്കി, ഹോട്ടലിൻ്റെ പേരൊക്കെ അടിച്ച് ഇല്ലേ, എന്തൊക്കെയോ ആക്കി നമ്മൾ ഏതോ ലൊക്കേഷനൊക്കെ ഇട്ട്, പിന്നെ ബാക്കി ഇസ്മായിലിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇട്ടു. അവൻ ഇവിടെ എത്തിച്ച് ഇല്ലേ, ഇവിടെ എത്തിച്ച് ഇസ്മായിലുണ്ട്, ആഷിക്കുണ്ട്. ഇവിടെ നമ്മൾ ഓട്ടോ കണ്ടോ അവിടെ നിൽക്കുന്നത്, റോഡിലാണ് കേട്ടോ ഉള്ളത്. ശരിക്കും റോഡിൽ നിന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ പാർക്ക് ചെയ്തുണ്ടോ, നമ്മൾ ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതനുസരിച്ച് നമ്മളതൊക്കെ കുറച്ച് ഉള്ളിലാണ്. നമ്മുടെ ഹോട്ടൽ അതാ അവിടെ കാണുന്ന ഹോട്ടൽ ഇഷ്ഫാൻ. ഇതിൻ്റെ നേരെ മുമ്പ് തന്നെ കേട്ടോ, അതാ വലിയ ബ്രിഡ്ജ് ഉണ്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ ചെറിയ എന്തോ ഒരു സൈസില്ലേ താറാവ് പോലെയുള്ള കണ്ടോ, വെള്ളത്തൂടെ നടക്കുന്നത്, വെള്ളത്തൂടെ നീന്തി കളിക്കുന്നുണ്ട്. അത് നല്ല രസമുണ്ടല്ലേ കാണാൻ. ചുവന്ന ചുണ്ടുകളും കറുത്ത തൂവലൊക്കെ ആയിട്ട് താറാക്കൂട്ടങ്ങളോ കുറേ ഉണ്ട് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഇന്ന് എവിടെ പോകാൻ കഴിയുമെന്ന് അറിയില്ല, കാരണം 5:45 കഴിഞ്ഞ സമയം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കാണാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോകും. ഓ ഗായ്സ്, നമ്മളുണ്ടോ അവിടെ ഇങ്ങനെ നിൽക്കട്ടോ നമ്മളെ ഹോട്ടലിനടുത്ത്. അപ്പോൾ സമയമല്ല, എവിടെയും പോകാൻ വേണ്ടി സമയമല്ല ദൂരത്തൊന്നും. അപ്പോൾ നമ്മൾ എവിടെ പോകാൻ കുറച്ച് സമയമുണ്ട്, ഒരു 1.5 മണിക്കൂർ സമയമുണ്ട് എന്തായാലും ഈ രാത്രി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ റൂമിൽ പോയിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു പാർക്ക്, കുറേ ആളുകളൊക്കെ, ചെറിയൊരു പാലുണ്ട് മരത്തിൻ്റെ അല്ലേ, ഒരു വുഡൻ്റെ പാലുണ്ട്. അപ്പോൾ നമ്മളൊരു ചായയൊക്കെ വാങ്ങി ഇങ്ങനെ കണ്ടോ അല്ലേ, ഒരു ചായയൊക്കെ വാങ്ങി ഇങ്ങനെ വന്ന്, നമ്മൾ എവിടെയും പോകാൻ സമയമല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരിക്കാന്ന് പറഞ്ഞു. സമയം വെറുതെ കളയണ്ടല്ലോ. എന്തായാലും ഇവിടെ ശ്രീനഗറിലൊക്കെ എത്തിയല്ലേ. ഇവിടെ ഓരോ തോണി തൊയ്യുന്നുണ്ട്, എന്താ മീൻ പിടിക്കുന്നതുകൊണ്ട് അല്ലേ, മീനല്ല എന്താ സാധനം എന്നറിയോ, അതോ അത് നായ വീണ വെള്ളത്തിൽ അല്ലേ. ആ, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുക 2 ആൾക്കാർ. ആണ് അതെ, കടിച്ച് കയറുകയാണ് അതിൻ്റെ മുകളിൽ. ഓ ഗൈസ് കണ്ടോ, നന്മയുള്ള ലോകമേ ആണോ ഗൈസ്. ഇവിടെ കണ്ടോ ചെറിയൊരു ഹൗസ് ബോട്ടൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ പാലം കണ്ടോ, പാലത്തിനും ചെറിയ ഹോൾസൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ആയെന്ന് തോന്നുന്നുണ്ട്. ഇവിടുത്തെ കുറച്ച് ഫ്രീക്കന്മാർ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും പാർക്കിലേക്ക് പോകാം. പാർക്ക് കണ്ടോ നല്ല മനോഹരമായിട്ട്
ചെറിയ എന്തൊക്കെ കൗണ്ടറുകൾ കാര്യങ്ങളൊക്കെ കേട്ടോ. കുറേ എണ്ണം പഴയതാണ്. ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളുണ്ട്. വലിയ മരങ്ങൾ കണ്ടോ, അതിൻ്റെയൊക്കെ വണ്ണം കണ്ടോ നിങ്ങൾ? ഓ ഗായ്സ് കണ്ടോ, വലിയ മരങ്ങൾ കേട്ടോ. എവിടെ ആഷിഖ് അവിടെ പോകുന്നില്ല, കാണുമായിരിക്കും, കാണട്ടെ. അപ്പോൾ കണ്ടോ, അതാ നടന്നു പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഇങ്ങനെ നടന്നു പോയി നമുക്ക് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കട്ടോ. നല്ല പീസ്ഫുള്ളാണ് കേട്ടോ. ഇവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന ഒരു കാര്യമായിട്ട് ഇവിടെ ഞാൻ കണ്ട കാഴ്ചയിൽ യാതൊരു ബന്ധവുമില്ല. കാരണം പുറത്തുനിന്ന് കേൾക്കുന്ന ഭയങ്കര അതാണ് ഇതാണ് പ്രശ്നങ്ങളാണ് പുറത്തുനിന്ന് വരുന്ന ആളുകൾ അങ്ങനെ. പക്ഷേ ഇവിടെയുള്ള പോലീസുകാർ വരെ നമ്മളോട് നല്ല മാന്യമായിട്ടാണ് പെരുമാറിയത്. ചില സ്ഥലങ്ങളിൽ മാത്രം എൻട്രി ഇല്ല നമുക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഇവിടുത്തെ സെക്യൂരിറ്റി ഇഷ്യൂ കൊണ്ടാണ്. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ചായക്കടയിലുള്ള ആൾ നമ്മളെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം കേട്ടോ. അന്നേരം വരുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് അവർ കൊട്ടോലി വന്നതാണ്, നാട്ടിൽ നിന്ന് വന്നതാണ്, കേരളത്തിൽ നിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ നല്ല ഒരു സ്വഭാവമാണ് കേട്ടോ. ആളുകൾക്കൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോയി നമ്മൾ സംസാരിക്കും ഒക്കെ കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മളവിടെ ഒരു സ്ഥലത്ത് ഇപ്പോൾ വൈദ്യുതി വയ്ക്കാൻ നിർത്തിയിരുന്നു, ആ ഫോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരാണ് പറഞ്ഞത് ഒരു ആൾ, അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് പെർമിഷൻ വേണമെന്ന്. പിന്നെ കാര്യങ്ങളൊക്കെ മുമ്പ് ചോദിച്ചറിഞ്ഞ് എവിടുന്നാണ് വരുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇറങ്ങി ചായ കുടിച്ചിട്ട് പോകാനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചായ കുടിക്കുന്നില്ല, ചായ കുടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ നല്ല സ്വഭാവമാണ് കേട്ടോ, ആളുകൾക്കൊക്കെ നല്ലൊരു പെരുമാറ്റമാണ്. എടാ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കടാ. ഓ ഗൈസ് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇസ്മായിൽ. എവിടെ ഇരിക്കുന്നത്? ആ അപ്പോൾ അവിടെ പോയി ഇരിക്കുക. കുറച്ച് വെയിലുണ്ട്, ഇനി തണുപ്പ് തീരെ പറ്റുന്നില്ല. തണുപ്പിൽ കുറച്ച് കൊണ്ടുവരണം, ഐസ് കൊണ്ടുവരണം. എടാ ഗുൽമാർഗിൽ ഐസ് കൊണ്ടുപോയി കുളിപ്പിക്കണം കേട്ടോ. ഓ ഗൈസ് നമ്മൾ ഇവിടെ ഇരിക്കുക. ആ ഓക്കെ ചായയുടെ. ഓ ഗൈസ് അപ്പോൾ നമ്മൾ പാർക്കിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരമായിട്ടോ. അപ്പോൾ ഇരുട്ടാവാനായി സമയം. നമ്മളെന്തായാലും വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ രാവിലെ ഇറങ്ങി നമ്മൾ ദാലേക്കിലൊക്കെ പോയി കുറച്ചൊന്ന് കറങ്ങി പിന്നെ റൂമിലേക്ക് വന്ന് അവിടെ നിന്ന് കുളിച്ച് മാറ്റി പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മളെന്താ പിന്നെ ആ മസ്ജിദ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയിട്ടോ. അതിൻ്റെ അടുത്തുള്ള മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മൾ തിരിച്ചു വന്ന് അപ്പോഴത്തേക്കും വൈകുന്നേരം സമയമായി. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടിപൊളി ഒരു കിടിലൻ വീഡിയോ നാളെ കാണാം. അതുവരേക്കും ബൈ.